നമസ്കാരം. ദി ഇലക്ഷൻ ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് ബി.ജെ.പി 12 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണവും ആരംഭിച്ചു. LDF 20 മണ്ഡലങ്ങളിലും പ്രഖ്യാപനം നടത്തി പ്രചണ്ഡമായ പ്രചരണത്തിലാണ്. എല്ലാ സ്ഥാനാർത്ഥികളും റോഡ് ഷോ അടക്കമുള്ള പരിപാടികളിലൂടെ മുന്നോട്ട് പോകുന്നു. UDF ആകട്ടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ചില മണ്ഡലങ്ങളിലെങ്കിലും സിറ്റിംഗ് MP-മാർ മത്സരിക്കുന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. അവർ ഉദ്ഘാടനങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാണ്. പക്ഷേ അപ്പോഴും പൂർണ്ണമായ പ്രചരണ രംഗത്തേക്ക് UDF കോൺഗ്രസ് സജീവമാകുന്നില്ല. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം 3 മണ്ഡലങ്ങളിൽ തട്ടിയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നത്. ഡൽഹിയിൽ സജീവമായ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും വയനാട്, കണ്ണൂർ, ഒപ്പം ആലപ്പുഴ അടക്കമുള്ള 3 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം നിലവിലുള്ളത്. അത് നിരവധി കാരണങ്ങളിലാണ്. KC വേണുഗോപാലിൻ്റെ പേരുണ്ട്, രാഹുൽ ഗാന്ധിയുടെ പേരുണ്ട്, മുസ്ലിം സ്ഥാനാർത്ഥി വരണം, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ കൊണ്ട് പരിഹരിച്ച് കോൺഗ്രസും മണ്ഡലങ്ങളിൽ സജീവമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ വിഷയമാണ് ഇലക്ഷൻ ചാനൽ ചർച്ച ചെയ്യുന്നത്. ഞാനും കിരൺ ബാബുവും അടുത്ത അരമണിക്കൂർ. ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ 3 സീറ്റിൽ തട്ടിയാണ് ഇപ്പോൾ തടസ്സമുണ്ടാകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് കേരള നേതാക്കൾ ചർച്ച നടത്തുന്നുണ്ട്. അപ്പോഴും ഈ 3 സീറ്റിന്റെ കാര്യത്തിൽ കാര്യമായ തീരുമാനമുണ്ടാകുന്നില്ല. കിരൺ, വയനാട്, കണ്ണൂർ, ഒപ്പം ആലപ്പുഴ. രഞ്ജിത്ത്, കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഏറ്റവും എളുപ്പത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായിരുന്നു. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു സീറ്റ് ഒഴിച്ച് എല്ലാം സിറ്റിംഗ് സീറ്റാണ്. സിറ്റിംഗ് MP-മാരെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം നേരത്തെ എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇത്തരം ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ആര് എന്ന തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുമായിരുന്നു. പക്ഷേ തുടക്കഘട്ടത്തിലൊക്കെ ഇവിടെ ചില സർവേകളൊക്കെ നടത്തിക്കൊണ്ട് ചില സീറ്റുകളിലൊക്കെ ജയസാധ്യത കുറവാണ് എന്നുള്ള മട്ടിലൊക്കെ നിന്നു. അവിടെ മാറ്റേണ്ട എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സാമുദായിക സമവാക്യവും ഏറ്റവും പ്രധാനമാണ്. ഈ സാമുദായിക സമവാക്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് എങ്ങനെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാമെന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ആലപ്പുഴ മാത്രമാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂരിൽ കേസുകാരൻ മാറി നിൽക്കാണെങ്കിൽ അവിടെ മാത്രമാണെങ്കിൽ അങ്ങനെയൊക്കെ തീരുമാനമെടുക്കാമായിരുന്നു. പക്ഷേ ഇതൊന്നും കോൺഗ്രസ് ഈ അവസാന നിമിഷം പോലും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏറ്റവും അവസാനം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ധാരണ, കേരളത്തിൽ നിന്നുള്ള ഇലക്ഷൻ കമ്മിറ്റി, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മിറ്റി കൂടി സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ യോഗം നാളെ വൈകുന്നേരം 6 മണിക്ക് നടക്കുകയാണ്. നാളത്തെ കൊണ്ട് ചിലപ്പോൾ തീരുമാനം ഉണ്ടായേക്കാം. പക്ഷേ അപ്പോഴും ചില തടസ്സങ്ങൾ വളരെ ഗൗരവമായി തന്നെ നിൽക്കുകയാണ്. ഈ 3 മണ്ഡലങ്ങളാണ് ഇങ്ങനെ തടസ്സമായി നിൽക്കുന്നത്. അത് 1 വയനാടാണ്, 2 ആലപ്പുഴയാണ്, 3 കണ്ണൂരാണ്. വയനാട് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന വിഷയത്തിൽ കേരള നേതാക്കൾക്ക് അന്തിമമായ ഒരു തീരുമാനം കേരള നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ അവിടെ ആര് എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉണ്ടാകാം. പക്ഷേ അത് മാത്രം പോരാ. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ വിജയിച്ച MP-മാരിൽ മുസ്ലിം പ്രാതിനിധ്യം ഒന്നുപോലുമില്ലായിരുന്നു. അപ്പോൾ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വരണം. മുസ്ലിം സ്ഥാനാർത്ഥി അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ വയനാടാണോ, അല്ലെങ്കിൽ വയനാട് രാഹുൽ ഗാന്ധി മാറിയാൽ അവിടെ മറ്റൊരാൾ കൊടുക്കാൻ സാധിക്കുമോ? അതല്ല. അതായത് ഈ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തത് മുസ്ലിം പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കേണ്ടതുണ്ട്. ഈഴവ പ്രാതിനിധ്യവും വളരെ പ്രധാനമാണ്. കാരണം സാമുദായിക സമവാക്യങ്ങൾ പാലിച്ചാണ് എന്നും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം എന്നതും പ്രധാനമാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ 3 ഫാക്ടേഴ്സ്, രാഹുൽ ഗാന്ധി, മുസ്ലിം പ്രാതിനിധ്യം, ഈഴവ പ്രാതിനിധ്യം, ഇവ ഉറപ്പിച്ചു വേണം ഈ 3 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാൻ. അതുതന്നെയാണ് രഞ്ജിത്ത് ഏറ്റവും പ്രധാനം. രാഹുൽ ഗാന്ധിയുടെ തീരുമാനം നിർണായകമാകുന്ന അവിടെയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് മാറാൻ സാധ്യതയുള്ള സ്വതന്ത്രമായി കിടക്കുന്ന ഒരു സീറ്റ് ആലപ്പുഴയാണ്. മാറാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കണ്ണൂരാണ്. കണ്ണൂരിൻ്റെ വിഷയത്തിൽ ഇപ്പോഴും K. സുധാകരൻ മത്സരിക്കും എന്ന് ചില സമയത്ത് പറയുന്നു, പിന്നീട് മത്സരിക്കില്ല എന്ന് പറയുന്നു. എന്തായാലും പല നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അതെല്ലാം അന്തിമ തീരുമാനമെടുക്കാൻ ഈ 2 സീറ്റുകളിൽ ഒരു സീറ്റിലേക്ക് മുസ്ലിം പ്രാതിനിധ്യം ഉറപ്പായും കോൺഗ്രസിന് നൽകേണ്ടി വരും. ഒരു മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ മത്സരിക്കുക എന്നുള്ളത് കഴിഞ്ഞ തവണയടക്കം മുസ്ലിം വിഭാഗത്തിന്റെ വലിയ തോതിലുള്ള വോട്ട് കോൺഗ്രസിന് ലഭിച്ചതാണ്. മുൻകാലങ്ങളിലൊക്കെ 2 സീറ്റ് വീതമാണ് നൽകിയിരുന്നത്. കഴിഞ്ഞ തവണയും 2 സീറ്റാണ് ആദ്യം നൽകിയത്. T. സിദ്ദിഖിന് വയനാട് സീറ്റും ഷാനിമോൾ ഉസ്മാന് ആലപ്പുഴ സീറ്റും ഒക്കെയായിരുന്നു നൽകിയിരുന്നത്. പലപ്പോഴും കഴിഞ്ഞ തവണ അവസാന നിമിഷമാണ് രാഹുൽ ഗാന്ധി വന്നത്. രാഹുൽ ഗാന്ധി വന്നപ്പോൾ അങ്ങനെ ഒരു മുസ്ലിം പ്രാതിനിധ്യത്തിന് അപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യം, പലപ്പോഴും ഈ ജാതിമത സമവാക്യങ്ങളുടെ പ്രാധാന്യമൊക്കെ അതിനെ കവച്ചു വെക്കുന്ന വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ അതില്ലാതെയാവും. പക്ഷേ കോൺഗ്രസ് എല്ലാ കാലത്തും ഇതൊക്കെ നോക്കുന്നു, അംഗീകരിക്കുകയും
അത് പരസ്യമായി പറയുകയും ഒക്കെ ചെയ്യുന്ന പാർട്ടിയാണ്. അപ്പോൾ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ കണ്ടെത്തണമെങ്കിൽ അത് ആലപ്പുഴയിൽ വേണോ അല്ലെങ്കിൽ വയനാട്ടിൽ വേണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനം അറിയണം, വരുമോ ഇല്ലയോ എന്നുള്ളത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. ഇപ്പോൾ ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിനെ പോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും വിജയസാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റാണ്. കെ സി വേണുഗോപാലിന് അവിടെ മത്സരിക്കണമെങ്കിൽ ആലപ്പുഴ മാത്രമേ ഒഴിവുള്ളൂ. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുവെങ്കിൽ സ്വാഭാവികമായും കെ സി വേണുഗോപാൽ അവിടെ മത്സരിക്കാൻ കഴിയില്ല. കാരണം അവിടെ ആലപ്പുഴയിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് സ്ഥാനാർത്ഥിയായി വരണം. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കണ്ണൂരിൽ മാറി നിൽക്കുകയാണ്, കെ സുധാകരൻ മാറി നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വന്നാൽ ചിലപ്പോൾ കെ സി വേണുഗോപാലിന് ആലപ്പുഴയിൽ മത്സരിക്കാൻ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് നിലവിലുള്ള കോൺഗ്രസിന്റെ കഴിഞ്ഞ പ്രാവശ്യം എം പിമാരിൽ ഈഴവ തീയ പ്രാതിനിധ്യം എന്ന് പറയുന്നത് 2 പേരാണ്. ഒന്ന് അടൂർ പ്രകാശും 2 കെ സുധാകരനുമാണ്. മലബാറിൽ നിന്ന് ഇത്തവണ കെ സുധാകരൻ മാറി നിന്നാൽ അവിടെ ഒരു തീയ വിഭാഗത്തിൽ നിന്ന്, പ്രത്യേകിച്ച് മലബാറിലെ ഈഴവ തീയ വിഭാഗമാണ്, തീയ വിഭാഗത്തിൽ നിന്ന് ഒരു കാൻഡിഡേറ്റ് മലബാറിൽ എവിടെയും കോൺഗ്രസിന് ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതും ഒരു കോൺഗ്രസ് ഇതുവരെ തുടരുന്ന ഒരു സാമുദായിക സമവാക്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു വിഷയമായി വരും. സാധ്യതകൾ ഒരുപാടുണ്ട്. ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യതകളുണ്ട്. അതിൽ ഒന്നാമത്തെ സാധ്യത കെ സി വേണുഗോപാൽ ഇല്ല എന്ന് കരുതുക, കെ സി വേണുഗോപാൽ മത്സരിക്കുന്നില്ല ആലപ്പുഴയിൽ എന്ന് കരുതുക. അതിൻ്റെ ഒരു മാറ്റം എങ്ങനെയായിരിക്കും കോൺഗ്രസുമായി ബന്ധപ്പെട്ട്? മറ്റ് പട്ടികകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ ഇല്ല, മത്സരിക്കുന്നില്ല എങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വരേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ മറ്റ് പ്രാതിനിധ്യങ്ങൾ വരേണ്ടി വരും. രഞ്ജിത്തെ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ 5 സാധ്യതകളാണ് നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം പ്രധാനമായും പരിശോധിക്കുന്ന അതേ 5 സാധ്യതകൾ തന്നെയാണ് നമുക്ക് ഇതുവരെ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ലെഫ്റ്റ് സാധാരണഗതിയിൽ അങ്ങനെ ഈ സാമുദായിക സമവാക്യങ്ങളൊന്നും നോക്കുകയോ അല്ലെങ്കിൽ നോക്കുന്നു പരസ്യമായി പറയാറില്ല. പക്ഷേ പലപ്പോഴും ലെഫ്റ്റിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇത്തവണത്തെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൂടി വെച്ചാണ് ഇപ്പോൾ പലപ്പോഴും കോൺഗ്രസിന് കമ്പാരിസണൊക്കെ കോൺഗ്രസിനുള്ളിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രബല വിഭാഗമായ ഈഴവ വിഭാഗത്തിൽ നിന്ന് 7 പേർ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ട് ബാങ്ക് നിർണായകമാണ് കേരളത്തിൽ. അത് ഏത് മുന്നണിയിലേക്ക് പോകുന്നു എന്നത് പ്രധാനമാണ്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് 4 പേർ മത്സരിക്കുന്നുണ്ട് ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 5 പേരും മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കേരളത്തിലെ പ്രബല വിഭാഗങ്ങൾക്കെല്ലാം തന്നെ നിർണായകമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ടാണ് ഇടതുമുന്നണി അങ്ങനെ ഒരു സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു തരത്തിൽ വേണമെങ്കിൽ കുറവ് എന്ന് പറയാൻ ചിലപ്പോൾ നായർ അടക്കമുള്ള മുന്നോക്ക സമുദായത്തിൽ നിന്നുള്ള പ്രാതിനിധ്യമാവും കുറവ് എന്ന് പറയാൻ. അത് 2 പേർ മാത്രമാണ് നിൽക്കുന്നത്. പക്ഷേ അതൊക്കെ പറയുമ്പോഴും ഇടതുമുന്നണിയെ സംബന്ധിച്ച് എടുത്തു കാട്ടാൻ പ്രധാനപ്പെട്ട മന്ത്രിമാരിൽ പലരും ഈ വിഭാഗത്തിൽ നിന്നാണ്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയുടെ മേൽ ഇത്തരം ആരോപണങ്ങൾ ശക്തമായി വരാറില്ല. അല്ലെങ്കിൽ അത്തരം ഒരു ചർച്ച ഇടതുമുന്നണി തുടക്കത്തിൽ അതിനെ അനുവദിക്കാറുമില്ല. പക്ഷേ കോൺഗ്രസ് അങ്ങനെയല്ല. ഞങ്ങൾ ഇതെല്ലാം നോക്കുന്ന പാർട്ടിയാണ്, ഞങ്ങൾ സാമുദായിക സമവാക്യങ്ങൾ നോക്കി തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതും അധികാര സ്ഥാനങ്ങൾ നൽകുന്നതെന്ന് പരസ്യമായി പറയുകയും അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുകയും ചെയ്ത പാർട്ടിയാണ്. ആലപ്പുഴ ഇല്ലെങ്കിൽ പരിഗണിക്കാവുന്ന പേരിലാണ് നേരത്തെ കിരൺ പറഞ്ഞ പോലെ ഷാനിമോൾ ഉസ്മാനും അത് തന്നെയാണ്. കെ സി വേണുഗോപാൽ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് നമ്മൾ. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയും കണ്ണൂരിൽ കെ സുധാകരനും പറഞ്ഞു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരുന്നുവെങ്കിൽ കെ സി വേണുഗോപാൽ എവിടെയെങ്കിലും മത്സരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നിലവിലെ സാഹചര്യത്തിൽ. അതിൽ 2 വിഷയമാണുള്ളത്. ഒന്ന്, കോൺഗ്രസിന്റെ അഖിലേന്ത്യാ തലത്തിൽ എടുത്തേക്കുന്ന ഒരു തീരുമാനം. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ സീറ്റുകളിൽ മത്സരിക്കണം, അവരെല്ലാം തന്നെ ജനവിധി തേടണം, രാജ്യസഭ നോക്കി നിൽക്കേണ്ടതില്ല, അവരെല്ലാം ജനവിധി തേടണം എന്നുള്ള ഒരു നിലപാട്. രണ്ടാമത്തെ വിഷയം, കെ സി വേണുഗോപാൽ സ്വയം മത്സരിക്കാൻ സന്നദ്ധനാണ് എന്നുള്ള വിവരം ഹൈക്കമാൻഡിനെയും കേരളത്തിലെ നേതാക്കളെയും നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ അടക്കം അദ്ദേഹം മാറി നിന്നുകൊണ്ടാണ് ആലപ്പുഴ നഷ്ടമായതെന്നൊരു വികാരമുണ്ട്. കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ കൂടി നിൽക്കണം എന്നുള്ള താല്പര്യം കാണും. ഏത് ജനകീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം രാജ്യസഭയ്ക്ക് അപ്പുറത്തേക്ക് ലോക്സഭയിലേക്ക് ജയിക്കുക അവരുടെ രാഷ്ട്രീയ ഭാവിക്കടക്കം നിർണായകമാണ്. അതൊക്കെ മോദിയുടെ ഒരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. കാരണം കോൺഗ്രസ് നേതാക്കൾ കൂട്ടമായി രാജ്യസഭയിലേക്ക് ചേർക്കാനുള്ള ശ്രമത്തിലാണ് എന്നുള്ള വിമർശനം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ പലരും വിമുഖത കാണിക്കുന്ന വിമർശനം കൂടി ചേർത്ത് വായിക്കണം ഇതിനോട്. അങ്ങനെയാണെങ്കിൽ ഈ സാധ്യത ഒന്നിൽ വരാൻ സാധ്യതയുള്ളത്, വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുന്നു, കണ്ണൂരിൽ മാറ്റം വരുന്നില്ല, കെ സുധാകരൻ തന്നെ മത്സരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. അതിൽ പ്രധാനമായ 2 പേരുകളാണ് ആലപ്പുഴയിലുള്ളത്. ഒന്ന് ഷാനിമോൾ ഉസ്മാനും ഒന്ന് എ ഷുക്കൂറുമാണ്. ഇനി വിശാലമായ രീതിയിലൊക്കെ മാറി വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ പല ഭാഗത്തു നിന്നൊരു ചർച്ചകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളൊന്നും ആ ചർച്ചയെ അങ്ങനെ ഒരു സൂചന അംഗീകരിക്കുന്നില്ല. അത് മുഹമ്മദ് ഷിയാസിന്റെ പേരാണ്. മുഹമ്മദ് ഷിയാസ് എറണാകുളം DCC പ്രസിഡന്റാണ്. ചെറുപ്പക്കാരുടെ നിലയിൽ മുൻനിരയിൽ തന്നെ നിൽക്കുകയും കേരളത്തിലെ പോലീസിനോടൊക്കെ ശക്തമായ രീതിയിൽ ഏറ്റുമുട്ടുകയും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ചപ്പോൾ ഏറ്റവും ആവേശമുണ്ടാക്കുന്ന ഒരു DCC പ്രസിഡന്റ് കൂടിയാണ്. പക്ഷേ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളുമായി പലരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ തൽക്കാലം അങ്ങനെ ഒരു DCC നന്നായി കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന എറണാകുളം പോലെ കോൺഗ്രസ് ഏറ്റവും നിർണായക ഒരു സ്ഥലത്ത് നിന്ന് DCC പ്രസിഡന്റിനെ മാറ്റി ഒരിടത്ത് മത്സരിക്കാവുന്ന ഒരു ആലോചനയ്ക്ക് തൽക്കാലം ഇല്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ആണ് അവസാന നിമിഷം രണ്ടാമത്തെ സാധ്യതയിലേക്ക് വിശകലനത്തിൽ പോയാൽ രാഹുൽ ഗാന്ധി ഇല്ല എന്ന് വെക്കുക വയനാട്ടിൽ.
രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ ഈ സമവാക്യങ്ങളെല്ലാം മാറും. സ്വാഭാവികമായും അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. ആലപ്പുഴയിൽ കേസ് തന്നെ ഒരുപക്ഷേ കിരണിന്റെ വിശകലനം അനുസരിച്ച് മത്സരിച്ചേക്കാം. കണ്ണൂരിൽ സുധാകരനും വരാം. അപ്പോൾ വയനാട്ടിൽ വളരെ പ്രധാനപ്പെട്ട മുസ്ലിം സമുദായത്തിലുള്ള ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വരും. അതുതന്നെയാണ് രഞ്ജിത്തെ പ്രധാനം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിൽ എന്തായാലും മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരാളെങ്കിലും സ്ഥാനാർത്ഥിയില്ലാതെ കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവില്ല. അത് എല്ലാ പ്രധാന നേതാക്കളും വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഒരാളെങ്കിലും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട്. അത് അങ്ങനെ അല്ലാതെ ഒരു പട്ടിക ഇറക്കൽ കോൺഗ്രസിനെ സംബന്ധിച്ചും ഏറെക്കുറെ അസാധ്യമാണ് എന്ന് തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ വയനാടാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കാൻ തീരുമാനിക്കുകയും ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്താൽ വയനാടാണ്. ആ വയനാടെ സംബന്ധിച്ച് ടി സിദ്ദിഖിന്റെ പേര് കടന്നു വരാം. എം ഹസൻ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് കാര്യമായ അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മുതിർന്ന നേതാക്കൾക്കുണ്ട്. മറ്റൊന്ന് ഷാനിമോൾ ഉസ്മാൻ തന്നെയാണ്. വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും കോൺഗ്രസിനെ സംബന്ധിച്ച് ആര് മത്സരിച്ചാലും ജയിക്കാൻ കഴിയുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിലും അല്ലെങ്കിൽ ചരിത്രം ആ തരത്തിലേക്കുള്ള ഒരു മണ്ഡലമാണ് കോൺഗ്രസിന്റെ കേരളത്തിലെ ഏറ്റവും ഉറപ്പുള്ള മണ്ഡലം. ആര് മത്സരിച്ചാൽ ലോട്ടറിയാണ് അവർക്ക്. ഇന്ന് ഒരു നേതാവ് പറഞ്ഞത് വയനാട് പോലൊരു മണ്ഡലം രാഹുൽ ഗാന്ധി കർണാടകയിൽ മത്സരിക്കാനോ തെലങ്കാനയിൽ മത്സരിക്കാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എവിടെയാണ് ഈ വയനാട് പോലെ ഈ ഉറച്ച ഒരു മണ്ഡലം, BJP കടുത്ത വെല്ലുവിളി ഉയർത്താൻ കഴിയാത്ത ഒരു മണ്ഡലം, അത് വയനാടാണ്. അവിടെ പിന്നീടുള്ളൊരു പേര് ആര്യാടൻ ഷൗക്കത്തിന്റെ പേരും അത് ഈ മട്ടിൽ തന്നെ കടന്നുവരുന്നുണ്ട്. സമീപകാലത്ത് പാർട്ടിയുമായി അത്ര രസത്തിലായിരുന്നില്ല. അദ്ദേഹം ചില യാത്രകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ചു. KPCയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലേ ഇതൊക്കെ പരിഹരിച്ചു എന്ന് പറയുമ്പോഴും രഞ്ജിത്ത് പലപ്പോഴും നമ്മൾ ആലോചിക്കണം. നേരത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ വനിതാ പ്രാതിനിധ്യവും മുസ്ലിം പ്രാതിനിധ്യവും ഇല്ല എന്ന് വന്നപ്പോൾ ഷാഹിദ കമാൽ, കൊല്ലംകാരിയായ ഷാഹിദ കമാലിനെ കാസർഗോഡ് കൊണ്ടുപോയി ഒരു സുപ്രഭാതത്തിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. ഈ സാമുദായിക സമവാക്യം, ജയവും തോൽവിയൊക്കെ അപ്പുറത്തേക്ക് സാമുദായിക സമവാക്യം പാലിക്കുക, സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വന്നപ്പോൾ കോൺഗ്രസ് അങ്ങനെയൊക്കെ തീരുമാനമെടുക്കുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് പറയാൻ കഴിയില്ല. ടി സിദ്ദിഖിന് വ്യക്തിപരമായി മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള വിവരം അദ്ദേഹം ഹൈക്കമാൻഡിനെയും കേരള നേതാക്കളെയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ സൂചനകൾ അനുസരിച്ച്. പക്ഷേ ഹൈക്കമാൻഡാണ് അവസാനം തീരുമാനമെടുത്താൽ നിങ്ങൾ മത്സരിച്ചേ കഴിയൂ എന്നൊരു തീരുമാനമെടുത്താൽ ചിലപ്പോൾ ആ തീരുമാനങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. സാധ്യതകൾ അദ്ദേഹം നിരവധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളാണ്. ഒരു തവണ കായംകുളത്ത് നിന്ന് MLA ആയ ആളാണ്, മന്ത്രി ആയ ആളാണ്. ഹസന് ഈ ഒരു വയനാട് പോലൊരു മണ്ഡലം നൽകുക എന്നുള്ളത് എത്രത്തോളം പ്രായോഗികമാണ് കോൺഗ്രസ്? അത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായും ഉയരുന്നുണ്ട്. എന്തിനാണ് ഇത്രയും മുതിർന്ന നേതാവിന് നിരവധി തവണ അവസരം നൽകിയില്ലേ പാർട്ടി? അങ്ങനെ ഒരു നേതാവ് ഇത്രയും അവസരം കൊടുത്താൽ ഇനി ചെറുപ്പക്കാർക്കായി വഴിമാറണമെന്നുള്ള ചിന്ത പാർട്ടിയിലെ ഒരു വലിയ വിഭാഗത്തിനുണ്ട്. പക്ഷേ മുതിർന്ന ചില നേതാക്കളെങ്കിലും അങ്ങനെയല്ല, അങ്ങനെ ഒരു അദ്ദേഹത്തിന് അവസരം നൽകണം എന്ന് വാദിക്കുന്ന ചില മുതിർന്ന നേതാക്കൾ കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായും ഒരു മുസ്ലിം MP കേരളത്തിൽ നിന്ന് കോൺഗ്രസിനുണ്ടാവും. അതുകൂടി പരിഹരിക്കാം എന്ന് കാണുന്ന നേതാക്കളുമൊക്കെ ഉണ്ട്. കോൺഗ്രസ് ആണ് അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ. ഏറ്റവും അവസാനം ഏത് തരത്തിലാണ് വരുന്നത് എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. എന്തായാലും വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഇല്ല എങ്കിൽ അവിടെ നിലവിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത, നമ്മൾ രണ്ടാം സാധ്യതയായി വെക്കുന്നത് ഏറ്റവും പ്രധാന സാധ്യത അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വരിക എന്ന് തന്നെയാണ്. അതുപോലെ ഷാനിമോൾ ഉസ്മാനെ പരിഗണിച്ചാൽ അവിടെ വനിതാ പ്രാതിനിധ്യവും രമ്യ ഹരിദാസ് മാത്രമാണ് വനിതകളായി വനിതയിൽ മത്സരിക്കുന്നത്. വനിതാ പ്രാതിനിധ്യമാകും, മുസ്ലിം പ്രാതിനിധ്യമാകും. അത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ഒരു ബാലൻസിംഗും ആകും അല്ലേ? അത്തരം നേട്ടങ്ങളുണ്ട്. ഈ പറയുന്ന എല്ലാ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാലും ഇപ്പോൾ ടി സിദ്ദിഖ് ഒഴികെയുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് വേറെ ചില നേട്ടങ്ങളും അവരോടൊക്കെല്ലാം പറയാൻ ചില കോട്ടങ്ങളും ഉണ്ട്. ഇലക്ഷൻ മത്സരവും തുടർ പരാജയങ്ങളും ഒക്കെ, ഒരിക്കൽ ജയിച്ചെടുത്ത് വീണ്ടും പരാജയപ്പെടുക എന്ന് പറഞ്ഞുള്ള അവസ്ഥയൊക്കെ ഉണ്ട്. പക്ഷേ കോൺഗ്രസിൽ അങ്ങനെയൊക്കെ പരാജയപ്പെട്ടെടുത്തും അവർ തിരിച്ചു ചോദിക്കുന്നത് CPMന്റെ വിഷയങ്ങളാണ്. CPM അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പരാജയപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ മത്സരിപ്പിച്ച് നിയമസഭയിൽ കൊണ്ടുവരികയും അവരെയൊക്കെ മന്ത്രിമാരാക്കുകയും ചെയ്തില്ലേ? കോൺഗ്രസിനും എന്താ ആ തരത്തിലേക്ക്? അപ്പോൾ ഇലക്ഷന്റെ പരാജയവും ജയവും എന്നൊക്കെ പറയുന്നത് മുമ്പൊരിക്കൽ തോറ്റുപോയിട്ടുണ്ട് അല്ലെങ്കിൽ ജയിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും പ്രധാനപ്പെട്ട വിഷയമായി അവസാന നിമിഷത്തിൽ കടന്നു വരാറില്ല. പക്ഷേ രണ്ടുപേർ തുല്യ ശക്തിയായിട്ടൊക്കെ വന്നാൽ ചിലപ്പോൾ അത്തരം കാര്യത്തിന് കൂടി പ്രാധാന്യം കൊടുത്തേക്കാം. എന്തായാലും അവിടെ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ മുസ്ലിം കാൻഡിഡേറ്റ് തന്നെ വരാനാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യത. തീർച്ചയായും നമുക്ക് മൂന്നാമത്തെ സാധ്യത കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുന്നില്ല. സുധാകരൻ ഹൈക്കമാൻഡിനെയൊക്കെ മത്സരിക്കുമെന്ന് അറിയിച്ചു എങ്കിൽ പോലും അദ്ദേഹത്തിന് KPC അധ്യക്ഷനാണ്. ഈ പറഞ്ഞതുപോലെ ഒരു വലിയ മത്സരം കാഴ്ചവെക്കാനുള്ള അതിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിരിക്കണം. അപ്പോൾ സുധാകരൻ ഇല്ല എങ്കിലുള്ള സാധ്യത കണ്ണൂരിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ ജയരാജനാണ് എതിരാളി. അവിടെ ആ ഒരു വലിയ മത്സരം കാഴ്ചവെക്കാൻ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വന്നാൽ സാധിക്കും. അതിന് പറ്റിയ പേരുകൾ കോൺഗ്രസിലുണ്ട് താനും. കെ സുധാകരനെ സംബന്ധിച്ച് സുധാകരൻ തുടക്കത്തിൽ മത്സരിക്കുന്നില്ല എന്നുള്ള നിലപാടായിരുന്നു. പിന്നീട് അദ്ദേഹം മത്സരിക്കും എന്നൊരു നിലപാടിലേക്ക് വന്നു. പിന്നീട് അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നില്ല. അങ്ങനെ ഒന്ന് രണ്ട് തവണ അദ്ദേഹം നിലപാട്. എന്തായാലും ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ നിലപാട് ഞാൻ കണ്ണൂരിൽ മത്സരിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കണം. കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. കെ സുധാകരൻ അറിയാം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മെച്ചപ്പെട്ട വിജയം നേടാനായില്ലെങ്കിൽ കെ സുധാകരന്റെ KPCC അധ്യക്ഷ സ്ഥാനം എത്ര കാലം ഉണ്ടാവും.
ആ ഒരു ചോദ്യം അദ്ദേഹത്തിന് മുന്നിൽ നിൽപ്പുണ്ട്. ഇദ്ദേഹം മത്സരിച്ച് MP ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതിയൊരാൾ വരാൻ സാധ്യത? സ്വാഭാവികമായും കെ സുധാകരന് താല്പര്യം KPCC അധ്യക്ഷ സ്ഥാനം നിലനിർത്തുക എന്നത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ കണ്ണൂരിൽ ഒരു നല്ല മത്സരത്തിന് കെ സുധാകരൻ വെച്ച പേര് ജയന്തിൻ്റെ പേരാണ്. അങ്ങനെ ഒരു ജയന്തിൻ്റെ പേരിനോട് അവിടെ നിലവിൽ അങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾക്കോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ അത്തരം ഒരു യോജിപ്പിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ താൻ തന്നെ മത്സരിക്കാം എന്നുള്ള നിലപാടിൽ നിൽക്കുകയാണ് കെ സുധാകരൻ. പക്ഷേ അതൊക്കെ തീരുമാനത്തിന് ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കെ സുധാകരൻ ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായും കണ്ണൂരിൽ VP അബ്ദുൾ റഷീദിൻ്റെ പേരും T സിദ്ദിഖിൻ്റെ പേരും തന്നെയാണ് പ്രാധാന്യത്തോടു കൂടി വരിക. VP അബ്ദുൾ റഷീദ് KC വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യം നൽകാൻ കഴിയുന്ന ഏക മണ്ഡലം കണ്ണൂർ മാത്രമാണ്. അപ്പോൾ കണ്ണൂരിൽ ഒരു മുസ്ലിമിന് പ്രാതിനിധ്യം കൊടുക്കുക എന്നുള്ളതാണ്. അത് VP അബ്ദുൾ റഷീദിൻ്റെ പേരാണ് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചേക്കുന്ന പേര്. യൂത്ത് കോൺഗ്രസിൽ നിന്ന് 1-2 പേർക്ക് അവസരം കൊടുക്കണം, അത് ഒരാൾക്കെങ്കിലും അവസരം കൊടുക്കണം. എല്ലാ തവണയും അങ്ങനെ അവസരം കൊടുക്കാറുണ്ട്. നേരത്തെ ഈ ഡീൻ കുര്യാക്കോസ് ഒക്കെ മത്സരിച്ചതാലും നേരത്തെ T സിദ്ദിഖ് മത്സരിച്ചാലും എല്ലാം അവർക്ക് എല്ലാ കാലത്തും അവസരം കൊടുത്തിരുന്നു. ഇത്തവണ അങ്ങനെ അവസരം കൊടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ VP അബ്ദുൾ റഷീദിന് അവസരം കൊടുക്കുക എന്നൊരു നിലപാട് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കൾക്കെങ്കിലും ഉണ്ട്. പക്ഷേ അത് കെ സുധാകരൻ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അവസാന തീരുമാനം എടുക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും പ്രധാനമായും വരിക. അവിടെയും T സിദ്ദിഖിൻ്റെ പേര് പ്രാധാന്യത്തോടു കൂടി തന്നെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ സിദ്ദിഖിൻ്റെ നിലപാട്, സിദ്ദിഖ് ഇപ്പോൾ അങ്ങനെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അദ്ദേഹം വ്യക്തിപരമായി താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള വിഷയമുണ്ട്. പക്ഷേ അവിടെയും നമുക്ക് നേരത്തെ പറഞ്ഞത് തന്നെ പറയേണ്ടി വരും. ഇതെല്ലാം അന്തിമ സമയത്ത് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ തീരുമാനങ്ങൾക്കൊക്കെ ഒപ്പം നിൽക്കേണ്ട ഒരു അവസ്ഥ കൂടി സുധാകരനില്ല എന്ന് വിചാരിക്കുക, കണ്ണൂരിലൊരു മുസ്ലിം സ്ഥാനാർത്ഥിയെ പ്ലേസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആലപ്പുഴയിൽ എന്തെങ്കിലും അത്തരത്തിലുള്ള മാറ്റങ്ങൾക്കുള്ള സാധ്യതകളുണ്ടോ? KC വേണുഗോപാൽ ഇല്ലെങ്കിൽ പിന്നെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പിന്നെ ഒരു സാധ്യത നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരാണ് കേട്ടത്, ശക്തനായ സ്ഥാനാർത്ഥിയാണെന്ന് പറയുന്നത്. രഞ്ജിത്ത്, അവിടെ നമ്മൾ അങ്ങനെ ഒരു പേരിടാൻ തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം, കോൺഗ്രസ് കണ്ണൂരിൽ ഇല്ല എന്ന്, കണ്ണൂരിൽ കെ സുധാകരൻ ഇല്ല എന്ന് മത്സരിക്കുക അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ പറയുന്ന പോലെ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വരുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ KC വേണുഗോപാലിന് സ്വാഭാവികമായും ആലപ്പുഴയിൽ മത്സരിക്കാൻ നിലവിൽ പ്രയാസമുണ്ട്. അദ്ദേഹം തന്നെ നേരത്തെ നിലപാട് പ്രഖ്യാപിച്ചതാണ്. രാഹുൽ ഗാന്ധിയുടെ മത്സരത്തിന് തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൻ്റെ മത്സരിക്കുന്ന തീരുമാനം എടുക്കുന്നതെന്നൊക്കെ. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് കേരളത്തിൽ മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് പ്രചരണം നടത്തേണ്ടതുണ്ട്. കേരളത്തിലെ അദ്ദേഹത്തിന് ഏറ്റവും വിശ്വസമായ രീതിയിലേക്ക് കഴിഞ്ഞ തവണ അടക്കം പ്രചരണത്തിനെല്ലാം നേതൃത്വം കൊടുക്കുകയും മുഴുവൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് KC വേണുഗോപാലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ ഈ ദേശീയ തീരുമാനത്തിന്റെ ഭാഗമായി എല്ലാ ദേശീയ നേതാക്കളും മത്സരിക്കണം എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായി മത്സരിക്കുമോ? അതോ ആലപ്പുഴയിൽ ഒരു ചെറുപ്പക്കാരനായ ഒരാൾ, അതും യൂത്ത് കോൺഗ്രസിൽ നൽകിയ ഒരാളാണ്, യൂത്ത് കോൺഗ്രസിൽ നൽകിയ ഒരാൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിന് അവിടെ പ്രാധാന്യം നൽകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. മുസ്ലിം കാൻഡിഡേറ്റും വന്നു, KC വേണുഗോപാൽ അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഇവിടെ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും KC വേണുഗോപാലിനോ രാഹുൽ മാങ്കൂട്ടത്തിനോ അവസരം ലഭിക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളാനാവില്ല. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ള സാധ്യതകൾ നിരവധിയാണ്. നമുക്കൊരു മറ്റൊരു നാലാമത്തെ സാധ്യത എന്ന് പറയുന്നത് വയനാട് രാഹുൽ ഗാന്ധി, കണ്ണൂരിൽ VP അബ്ദുൾ റഷീദ്, ആലപ്പുഴയിൽ KC വേണുഗോപാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ. ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ വിഷയം പരിഹരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഫോർമുലയായ ഒരു പക്ഷേ ഇതും ഉരുത്തിരിഞ്ഞു വന്നേക്കാം. അതാവുമ്പോൾ മുസ്ലിം പ്രാതിനിധ്യമാകും, രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യമുണ്ടാകും, KCയുടെ സാന്നിധ്യവും വളരെ പ്രധാനമാണെങ്കിൽ രാഹുൽ ആലപ്പുഴയിൽ മത്സരിച്ചേക്കാം. ഈ ഒരു സാധ്യത കൂടി നമുക്ക് തള്ളാൻ കഴിയില്ല രഞ്ജിത്ത്. അത് രാഹുൽ ഗാന്ധി ഈ നാലാമത്തെ സാധ്യതയായി നമ്മൾ കാണിക്കുന്നത് തന്നെ ആ സാധ്യതയാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു, കണ്ണൂരിൽ VP അബ്ദുൾ റഷീദ് മത്സരിക്കുന്നു മുസ്ലിം പ്രാതിനിധ്യമായി, ഒപ്പം തന്നെ ആലപ്പുഴയിൽ ഈ KC വേണുഗോപാലോ രാഹുൽ മാങ്കൂട്ടത്തിലോ മത്സരിക്കുന്നു. അവിടെ ഒരു ചെറിയ തടസ്സം ഉയരുന്നൊരു പ്രത്യേകം നമ്മൾ നേരത്തെ പറഞ്ഞാണ്. കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്ന ഒന്നാമത്തെ വിഷയം രാഹുൽ ഗാന്ധിയുടെ തീരുമാനം, രണ്ടാമത്തെ വിഷയം മുസ്ലിം പ്രാതിനിധ്യം, മൂന്നാമത്തെ വിഷയം ഈഴവ തീയ പ്രാതിനിധ്യമാണ്. കണ്ണൂരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലബാറിൽ ഇത്തവണ ഇപ്പോൾ ഈഴവ വിഭാഗത്തിൽ നിന്ന് നിലവിൽ കെ സുധാകരൻ മാറി എന്ന് കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമാവും പ്രാതിനിധ്യം ഉണ്ടാകുക, അത് അടൂർ പ്രകാശ് മാത്രമാവും. അങ്ങനെ ഒന്ന് വന്നാൽ സ്വാഭാവികമായും ലെഫ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് 7 പേരാണ് ഈഴവ വിഭാഗത്തിൽ നിന്ന് മത്സരിക്കുന്നത്. അത് ഇടതുമുന്നണി പ്രത്യക്ഷമായി പറഞ്ഞില്ലെങ്കിലും പരോക്ഷമായി ആയുധമായി ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ളവർ അത് പരസ്യമായി തന്നെ പറയാനും സാധ്യതയുണ്ട്. ഒരു മലബാറിലൊക്കെ അത് എത്തരത്തിൽ ബാധിക്കുമെന്ന് പറഞ്ഞാൽ കൃത്യമായി ബാധിച്ചില്ലെങ്കിൽ പോലും ഒരു വിഭാഗത്തെ പൂർണ്ണമായും അവഗണിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗമാണ് എന്ന് ആലോചിക്കണം. ആ വിഭാഗത്തെ പൂർണ്ണമായും അവഗണിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ സീറ്റിലേക്ക് ഒതുക്കി 3 സീറ്റും 4 സീറ്റുമൊക്കെ ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ്. അവിടെ നിന്ന് ഒരു സീറ്റിലേക്ക് ഒതുക്കി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മറുഭാഗത്ത് ഇടതുമുന്നണി 7 പേർക്ക് അവസരം നൽകുന്നു, CPM 5 പേർക്കും CPI 2 പേർക്കുമൊക്കെ അവസരം നൽകുന്നു. ഇതൊക്കെ ഈ 1-2 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ കുഴപ്പമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അമിതമായ പ്രാതിനിധ്യം നൽകുകയും അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത്തരം വികാരങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ എതിർ മുന്നണികൾ സ്വാഭാവികമായും അത് ഉന്നയിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഇതിന് കോൺഗ്രസ് ആയതുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ
നിന്ന് തന്നെ അത്തരം ചർച്ചകളൊക്കെ കോൺഗ്രസ് ഇപ്പോൾ തന്നെ സജീവമായി നിൽക്കുകയാണ്. മലബാറിൽ നിന്ന് തീയ വിഭാഗത്തിൽ നിന്ന് ഒരാളെങ്കിലും സ്ഥാനാർത്ഥി ആവേണ്ടേ എന്നുള്ള ചോദ്യം വരുന്നു. അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ കെ സുധാകരനോ അല്ലെങ്കിൽ ജയന്തിനോ മത്സരിക്കേണ്ടി വരും. അതല്ല, മലബാറിൽ നിന്ന് പ്രാതിനിധ്യം കൊടുത്തില്ലെങ്കിൽ ആലപ്പുഴയിലേക്ക് ഒരു പ്രാതിനിധ്യം കൊടുക്കാം എന്നൊക്കെ പട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി ചിലപ്പോൾ ആലപ്പുഴയിലും അങ്ങനെ ഒരു വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ എം ലിജു ആയാലും അല്ലെങ്കിൽ അനിൽ ബോസ് ആയാലും അങ്ങനെയുള്ള ചില സ്ഥാനാർത്ഥികളിലൊക്കെ ഈ കോൺഗ്രസ് ആയതുകൊണ്ട് നമുക്ക് ഒരു പേരുകളും പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. ഇവരൊന്നും മത്സരിക്കാൻ ലിജു ഒന്നും മത്സരിക്കാൻ അങ്ങനെ താല്പര്യം പ്രകടിപ്പിക്കുന്ന അതല്ല, ഈ തർക്കം അല്ലെങ്കിൽ നിശ്ചയിക്കാൻ പ്രയാസമുള്ള ഈ 3 സീറ്റുകൾ ഒഴിച്ച് ബാക്കി സീറ്റുകളിലെ പ്രഖ്യാപനം നാളെയെങ്കിലും ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം പ്രവർത്തകർ കാത്തിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാൻ. രഞ്ജിത്തെ, നമുക്ക് അടുത്ത സാധ്യതകൾ കൂടി എനിക്ക് തോന്നുന്നു അതുണ്ടെങ്കിൽ പോലും അടുത്ത സാധ്യതകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. കെ സി വേണുഗോപാലിന്റെ പേര് വയനാട്ടിൽ കേൾക്കുന്നു. അതൊരു വൈറ്റ് ഗസ് ആണ്, അല്ലേ? വൈറ്റ് ഗസ് ആണ്. അതുകൊണ്ട് അഞ്ചാമതായി തന്നെ വെച്ചത്. അതെ, കണ്ണൂരിൽ കെ സുധാകരനോ കെ ജയന്തോ മത്സരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിൽ മുഹമ്മദ് മുഹമ്മദ് ഷിയാസിന്റെ പേര് ഒരുപക്ഷെ പരിഗണനയിൽ ആലപ്പുഴയിൽ ഉണ്ട് എന്ന് കരുതാം. അപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്. നേരത്തെ കിരൺ പറഞ്ഞ DC അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ആ തരത്തിൽ എറണാകുളത്തുള്ള ആളാണ്. അതിനെ ആലപ്പുഴ മണ്ഡലത്തിൽ കാര്യമായി പരിചയപ്പെടുത്തേണ്ടതുണ്ട്. വേണുഗോപാൽ രാഹുൽ ഇല്ലെങ്കിൽ വയനാട്ടിൽ മത്സരിക്കുക എന്നുള്ളതും ഒരു സാധ്യതയാണ്. രഞ്ജിത്തെ, ഈ അഞ്ചാമത്തെ സാധ്യത നമ്മൾ സത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോൺഗ്രസിന്റെ നേതാക്കൾ ആരും ഇങ്ങനെ ഒരു സാധ്യത പൂർണ്ണമായും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല എന്നതിനപ്പുറത്തേക്ക് ഈ സാധ്യതയ്ക്ക് കഴിഞ്ഞ 4 സാധ്യതയും ഇവർ പൂർണ്ണമായും പരിശോധിക്കുന്ന സാധ്യതകൾ തന്നെയാണ്. ഈ അഞ്ചാമത്തെ സാധ്യത കോൺഗ്രസ് ആയതുകൊണ്ട് നേതാക്കളടക്കം നൽകുന്ന സൂചന കോൺഗ്രസ് ആയതുകൊണ്ട് ഒരു സാധ്യതയും നിങ്ങൾക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. ചിലപ്പോൾ അവസാന നിമിഷം അങ്ങനെയൊക്കെ തീരുമാനങ്ങൾ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ കെ സി വേണുഗോപാൽ കേരളത്തിലെ വയനാട് സീറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ കോൺഗ്രസ് ഏറ്റവും സേഫായ സീറ്റാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ ആര് മത്സരിക്കണം? ഒരു പ്രധാനപ്പെട്ട നേതാവ് തന്നെ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാലിന് അത്തരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴയിലേക്ക് ഒരു മുസ്ലിം കാൻഡിഡേറ്റ് വേണ്ടി വരും. ആലപ്പുഴയിൽ മുസ്ലിം കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് മുഹമ്മദ് ഷിയാസിന്റെ പേര് ഇപ്പോൾ നിലവിൽ എന്തായാലും മുഹമ്മദ് ഷിയാസിന്റെ പേര് അങ്ങനെ ഒരു സജീവമായി പരിഗണിക്കുന്നില്ല. ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. എറണാകുളം ജില്ലയിലെ താല്പര്യമുള്ള സ്ഥാനാർത്ഥിയാണ്, താല്പര്യമുള്ള സ്ഥാനാർത്ഥിയാണ്, വി ഡി സതീശൻ താല്പര്യമുള്ള സ്ഥാനാർത്ഥിയാണ്. പൊതുവെ കേരളത്തിലെ ഇപ്പോൾ ചെറുപ്പക്കാരായ കോൺഗ്രസ്സുകാർക്കൊക്കെ വലിയ ആവേശം നൽകുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷിയാസിനെ അങ്ങനെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് തന്നെ ഷിയാസ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട DCC എത്രത്തോളം അദ്ദേഹം പരിചിതനാണ് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലേ? അത്തരം ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ഇത് മറ്റ് സാധ്യതകളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അത്തരം സാധ്യതകളിലേക്ക് കൂടി കോൺഗ്രസ് പോകാൻ സാധ്യത ഉണ്ട് എന്നതുകൊണ്ട് നമ്മൾ ആ സാധ്യത ഒഴിവാക്കണ്ട എന്നത് തന്നെ കൊണ്ട് തന്നെയാണ് അത്തരം ഒരു സാധ്യത പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കണ്ണൂരിൽ ഈ കെ സുധാകരനോ അവിടെയാണെങ്കിൽ അപ്പോൾ ഈ പറയുന്നത് പോലെ ഇടവ പ്രാതിനിധ്യവും അവർക്ക് ഉറപ്പാക്കാൻ കഴിയും, മുസ്ലിം പ്രാതിനിധ്യവും ഉറപ്പാക്കാൻ കഴിയും. കെ സി വേണുഗോപാലിന് സേഫായ ഒരു സീറ്റിൽ മത്സരിച്ചുകൊണ്ട് ഇന്ത്യയിലാകമാനമുള്ള പ്രചരണം നടത്താനും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പോകേണ്ടതുണ്ട്. അതെല്ലാം എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ ഏറ്റവും അവസാനത്തെ ഒരു കിരൺ നൽകിയ ലിസ്റ്റ്, അതായത് 5 ഒരു പക്ഷേ കുറച്ചുകൂടെ പ്രാക്ടിക്കലായി കോൺഗ്രസിന് ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നു എന്നുള്ള പ്രശ്നം ഒഴിവാകും, കെ സി വേണുഗോപാൽ സേഫ് ആകും, സുധാകരൻ ഈ സാമുദായിക സമവാക്യങ്ങൾ പാലിക്കും. അങ്ങനെ ഒരു കൃത്യമായ ഒരു ലിസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തും, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും ചെയ്യും, അല്ലേ? തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ആണ്. നിലവിലുള്ള അവർ നൽകുന്ന നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് എന്തായാലും ഈ ആദ്യത്തെ 4 ഇതിൽ സാധ്യതയിൽ തന്നെയാണ് കൂടുതൽ നിൽക്കുന്നത്. പക്ഷെ 5ലേക്ക് എത്തിക്കൂടാ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈവൻ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പോലും ചിലപ്പോൾ പറയാൻ കഴിയണമെന്നില്ല. നാളെ ചിലപ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളെയും നാളെയോ മറ്റന്നാളോ പ്രഖ്യാപിക്കണം എന്ന് തന്നെയില്ല. ചിലപ്പോൾ ഈ 3 സീറ്റുകൾ ഒഴിച്ചിടാനുള്ള സാധ്യത പോലും തീർച്ചയായും മാധ്യമ രംഗത്തെ ഡൽഹിയിലെ അടക്കം പരിചയം കൊണ്ട് പക്ഷേ കിരൺ ഉണ്ടാക്കിയ ഒരു 5ാമത്തെ സാധ്യതകൾ വളരെ പ്രധാനമാണ്. നേതാക്കൾ കൂടി അതൊന്ന് വിലയിരുത്താവുന്നതാണ്. കാരണം കെ സി വേണുഗോപാൽ വയനാട്ടിൽ വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. കെ സി വേണുഗോപാലും കെ സുധാകരൻ കണ്ണൂരും മുഹമ്മദ് ഷിയാസ് ആലപ്പുഴയിലും മത്സരിച്ചാൽ. ഏതായാലും നമ്മൾ ഇലക്ഷൻ ചാനൽ ഈ വിഷയത്തിലാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഒരുപക്ഷെ നാളെയെങ്കിലും ഉണ്ടാകുമെന്ന് കുറഞ്ഞപക്ഷം പ്രവർത്തകരെങ്കിലും പ്രതീക്ഷിക്കുന്നു. കാരണം മറ്റ് 2 മുന്നണികളും തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്, മണ്ഡലങ്ങളിലൊക്കെ സജീവമായി നിൽക്കുന്നു, പ്രചരണം നടത്തുന്നു. കോൺഗ്രസ് പ്രവർത്തകർ അണികളൊക്കെ ഇത്തരം ദിവസ സംഭവവികാസങ്ങളിലെങ്കിലും പുതിയ സാഹചര്യം അനുസരിച്ച് നിരാശരാണ് എന്നുള്ളതാണ്. അപ്പോഴും നമുക്ക് കാത്തിരിക്കാം ലിസ്റ്റ് എപ്പോഴേക്ക് വരുമെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട സാധ്യതകളാണ് ഇലക്ഷൻ ചാനലിൽ ഞാനും കിരണും അനലൈസ് ചെയ്തത്. ഇലക്ഷൻ ചാനൽ അവസാനിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി എത്താം. നമസ്കാരം.